നീലും വേദികയും ആ കാഴ്ചയെല്ലാം കണ്ട് ഒരു ചിരിയോടെ പരസ്പരം നോക്കി. ആവണിയുടെ അവസ്ഥയിൽ അവർ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. പാർട്ടിയിൽ വെച്ച് അവർക്കുണ്ടായ അപമാനത്തിന് തിരിച്ചടി നൽകാൻ പറ്റിയ ആവേശം അവരുടെ മുഖത്തുണ്ടായിരുന്നു. മിണ്ടാതിരുന്നോ? ഗായത്രി ദേവി ആവണിയുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. ചെയർമാന്റെ മുന്നിൽ ഒരു നാടകവും നടക്കില്ല. നിനക്ക് നിന്റെ വാക്കുകൾ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തു പോ. നിന്റെ ഭർത്താവിനെ പോലെ നീയും ഇരന്ന് ജീവിക്കുക. നിന്റെ ഡിസൈനിന് പകരം ഞാൻ നിനക്ക് ശമ്പളവും ബോണസും തരാം. നീ ജോലിയൊന്നും എടുക്കണ്ട. പക്ഷേ നീ ഒരിക്കലും ഈ കമ്പനിയുടെ ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തുമെന്ന് കരുതണ്ട. ഓ പുറത്ത്. അതും പറഞ്ഞ് ഗായത്രി ദേവി ആവണിയെ ശക്തിയിൽ പുറത്തേക്ക് തള്ളി. ആവണി കാൽ തെറ്റി വീഴാൻ പോയി. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞിരുന്നു. ഇത് കണ്ട് ലോട്ടറി അടിച്ചതുപോലെ നീലും വേദികയും പൊട്ടിച്ചിരിച്ചു. ആവണി വീഴാൻ പോകുന്നതിന് മുമ്പേ അവളെ 2 കരുത്തുള്ള കരങ്ങൾ വന്ന് താങ്ങി നിർത്തി. ആദിത്യനായിരുന്നു അത്. അവൻ അവളെ വീഴാതെ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകൾ അവരെ കൊല്ലാനുള്ള ഭാവത്തിൽ കത്തി നിന്നു. ഗായത്രി ദേവിയുടെ അഹങ്കാരം തീർക്കാൻ ഈ അമ്പാട്ട് ഓഫീസിന്റെ ബിൽഡിംഗ് മുഴുവൻ തകർക്കാനാണ് അവനപ്പോൾ തോന്നിയത്. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ആവണി പറഞ്ഞു. ആദിത്യ, എനിക്ക് നല്ല തലവേദന തോന്നുന്നുണ്ട്. നമുക്ക് വീട്ടിലേക്ക് പോവാം. അവൾ ആകെ തളർന്നിരുന്നു. ആദിത്യൻ അവിടെ തന്നെ നിൽക്കാനും ഗായത്രി ദേവിയെ ഒരു പാഠം പഠിപ്പിക്കാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ആവണി വേദനിക്കുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവൻ അവളെ കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ഗായത്രി ദേവിയുടെയും നീലിന്റെയും മുഖത്ത് ആശ്വാസത്തോടെയുള്ള ഒരു പുഞ്ചിരി ആദിത്യൻ ശ്രദ്ധിച്ചു. ആ നിമിഷം എല്ലാവരുടെയും മുന്നിൽ ആവണി അപമാനിക്കപ്പെട്ടതുപോലെയായി. തിരിച്ച് ഗായത്രി ദേവിക്കും നീലിനും അതേ അപമാനം തന്നെ നേരിടേണ്ടി വരുമെന്ന് ആദിത്യൻ മനസ്സിൽ സത്യം ചെയ്തു. പോകുന്ന വഴിയിൽ ആദിത്യൻ ആവണിയെ നോക്കി. അവളുടെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞിരുന്നു. അവളുടെ മുടി ചെറുതായി അഴിഞ്ഞു വീണ് കിടന്നു. എന്താണ് സംഭവിച്ചത് ആവണി? മുത്തശ്ശി എന്തിനാണിത് ചെയ്തത്? ആദിത്യൻ വിഷമത്തോടെ ചോദിച്ചു. മുത്തശ്ശി എന്ന് കേട്ടപ്പോൾ ആവണി പിന്നെയും ആകെ തകർന്നു. അവൾ കരഞ്ഞു. മുത്തശ്ശി എന്റെ ഡിസൈൻ നീലിന് കൊടുത്തു. ഇന്ന് ഞാനതെന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. മീറ്റോർ ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത ഡിസൈൻ അതെന്റേതാണ്. പക്ഷെ ഇപ്പോൾ നീലിന്റെ പേര് അതിൽ എഴുതിയിരിക്കുന്നു. ഞാൻ മുത്തശ്ശിയോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ എന്നെ ഭീഷണിപ്പെടുത്തി. അവർക്കിത്ര തരം താഴാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ആദിത്യൻ ഇത് കേട്ട് ഞെട്ടിപ്പോയി. എന്ത്? ഇതിനെല്ലാം പിന്നിൽ മുത്തശ്ശിയാണെന്നോ? നീലാവും ഇതിനെല്ലാം പിന്നിലെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ മുത്തശ്ശിയുടെ സഹായത്തോടെയാണ് അവൻ ഇത് ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞില്ല. ആദിത്യന്റെ രക്തം തിളച്ചു. അവൻ ഉടനെ ഷാനവാസിനെ വിളിക്കാനൊരുങ്ങി. പക്ഷെ ആവണി കണ്ണുനീര് തുടയ്ക്കുന്നത് കണ്ടപ്പോൾ അവൻ സ്വയം നിയന്ത്രിച്ചു. അപ്പോഴേക്കും അവർ രണ്ടുപേരും വീട്ടിലേക്ക് എത്തിയിരുന്നു. അവർ അകത്തേക്ക് കയറി. ഗീതയെയും ജയരാജനെയും കൂടെ ഈ കാര്യത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ആവണി ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു. ആദിത്യ, അമ്മയും അച്ഛനും ഇതൊന്നും അറിയരുത്. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ ഇല്ലെന്ന് തലയാട്ടി. ശരി ആവണി. പിന്നെ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഇപ്പോൾ അടുക്കളയിലേക്ക് പൊയ്ക്കോളൂ. എനിക്ക് കുറച്ചു സമയം തനിച്ചിരിക്കണം. മനസ്സില്ലാ മനസ്സോടെ ആദിത്യൻ അവളെ വിട്ട് അടുക്കളയിലേക്ക് പോയി. അവിടേക്ക് കയറിയ ഉടനെ തന്നെ അവൻ ഷാനവാസിനെ വിളിച്ചു. ഷാനവാസ് ബഹുമാനത്തോടെ കോൾ എടുത്ത് സംസാരിച്ചു. സർ, പറയൂ, എന്താണ് ഈ സമയത്തൊരു കോൾ? ആദിത്യൻ ഉടനെ ചോദിച്ചു. ഇന്ന് ഗായത്രി ദേവിയുമായി ഒരു പ്രോജക്റ്റിനെ കുറിച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നോ? അതെ സർ, ഞാനിപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചെത്തിയതേ ഉള്ളൂ. എന്തേ? എന്തിന്റെ മീറ്റിംഗ് ആയിരുന്നു അത്? അത് പുതിയ ഷോപ്പിംഗ് മോൾ പ്രോജക്റ്റിനെ കുറിച്ചായിരുന്നു. പിന്നെ ഇതിൽ അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിലെ നീൽ എന്നൊരാൾ ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനാണ് നമ്മൾ അവരുടെ മാളിന് വേണ്ടി തിരഞ്ഞെടുത്തത്. ഞാൻ ശരിക്കും നല്ല ഡീറ്റെയിലായി നോക്കിയിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഡീറ്റെയിലിങ്ങും ഗംഭീരം. ഈ മാൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിവിടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു വലിയ സംഭവമാവുമെന്ന് ഉറപ്പാണ്. ഷാനവാസ് ആവേശത്തോടെ സംസാരിച്ചു. പക്ഷേ ആദിത്യനൊന്നും മിണ്ടാതെ നിന്നു. കോളിന്റെ മറുവശത്തെ നിശബ്ദത ഷാനവാസിനെ ഒന്ന് പേടിപ്പിച്ചു. അയാൾ പരിഭ്രാന്തിയോടെ ചോദിച്ചു. എന്താണ് സംഭവിച്ചത് സാർ? എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായോ? ആദിത്യന്റെ ശബ്ദം കുറച്ച് മൂർച്ചയുള്ളതായിരുന്നു. മിസ്റ്റർ ഷാനവാസ്, നിങ്ങൾ വല്ലാത്തൊരു അശ്രദ്ധയാണെന്ന് കാണിച്ചത്. നീലിന്റെ പേരിലുള്ള ആ ഡിസൈൻ എന്റെ ഭാര്യ ആവണി ചെയ്തതാണ്. അവരത് അവരുടെ പേരിൽ പ്രസന്റ് ചെയ്തതാണ്. ഷാനവാസ് ആകെ അമ്പരന്നു. എന്ത്? ഓ മൈ ഗോഡ് സർ, എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. സാരമില്ല, ഞാൻ ഉടൻ തന്നെ നീലിനോടും ഗായത്രി ദേവിയോടും സംസാരിക്കാം. എന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ഞാൻ തന്നെ തിരുത്താം. ഗായത്രി ദേവി നീലും കാരണം ഇന്നെന്റെ ഭാര്യയുടെ കണ്ണു നനഞ്ഞു. ഇത്തരം അവഗണന ഞാൻ ഒരിക്കലും സഹിക്കില്ല. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഈ വിഷയത്തിൽ ഉൾപ്പെട്ട മറ്റെല്ലാവരെയും കണ്ടെത്തണം. എനിക്ക് എല്ലാവരുടെയും പേരുകൾ വേണം. ഷാനവാസ് ഉടനെ തന്നെ പറഞ്ഞു. ഓക്കെ സാർ, വിഷമിക്കണ്ട, ഞാൻ അവരെ വെറുതെ വിടില്ല. എല്ലാം ഞാൻ ഏറ്റു. ആദിത്യൻ ഒന്ന് മൂളി. അങ്ങനെ ആയിരിക്കണം. നാളെ രാവിലെ ഞാൻ നിങ്ങളെ വിളിച്ച് അടുത്ത നടപടി പറയാം. ശരി സാർ. അതും പറഞ്ഞ് ആദിത്യൻ കോൾ കട്ട് ചെയ്തു. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. അവന്റെ മനസ്സിൽ ഗായത്രി ദേവിയുടെയും നീലിന്റെയും മുഖം തെളിഞ്ഞു വന്നു. ഗായത്രി ദേവി, ഇനി ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കേൾക്കും. മതി നിങ്ങളുടെ അഹങ്കാരം. ആവണിയുടെ കണ്ണിലെ ഓരോ കണ്ണുനീരിനും നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. രാത്രി പെട്ടെന്ന് കഴിഞ്ഞുപോയി.
അത്താഴം കഴിഞ്ഞ് ഗീതയും ജയരാജും ഉറങ്ങാൻ കിടന്നു. പക്ഷെ ആവണിക്ക് ഒട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൾ തിരിഞ്ഞും മറിഞ്ഞും ഓരോന്ന് ആലോചിച്ചങ്ങനെ കിടന്നു. അവളുടെ അസ്വസ്ഥത ശ്രദ്ധയിൽപ്പെട്ട ആദിത്യനും ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെയോ രണ്ടുപേർക്കും ആ രാത്രി കടന്നുപോയി. പിറ്റേന്ന് രാവിലെ ആദിത്യൻ ആവണിയെ അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി വിട്ടു. മുമ്പും പലതവണ അവൻ അവളെ അവിടെ കൊണ്ടുപോയി ചെന്നിറക്കിയിരുന്നു. എന്നാൽ ഇന്ന് അവന്റെ സന്ദർശനത്തിന് വ്യത്യസ്തമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. പുലർച്ചെ തന്നെ അവൻ ഷാനവാസിനോട് തന്റെ പദ്ധതി വിശദീകരിച്ചു. ആ പദ്ധതി പ്രകാരം ഒരു കൊടുങ്കാറ്റ് അമ്പാട്ട് ഗ്രൂപ്പിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഓഫീസിലെത്തിയ ഉടനെ ആദിത്യൻ കാറ് പാർക്ക് ചെയ്ത് ആ ഉയരമുള്ള കെട്ടിടത്തിലേക്ക് ഉറ്റുനോക്കി. ആവണി പാർക്കിംഗ് സ്ഥലത്തിനടുത്തുള്ള വഴിയിലൂടെ അകത്തേക്ക് പോയി. അവിടെ അപ്പോൾ 45 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ആവണിയുടെ പിന്നാലെ പോകുന്നതിന് മുമ്പ് അവന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. സ്ക്രീനിൽ ഷാനവാസിന്റെ പേര് മിന്നിമറയുന്നത് കണ്ട് അവൻ ഉടൻ തന്നെ കോളിന് മറുപടി നൽകി. അപ്പോഴും അവന്റെ കണ്ണുകൾ ആവണിയിൽ തന്നെ തുടർന്നു. ഷാനവാസ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, സർ, ഞാൻ ഓഫീസിലെത്തി. നിങ്ങൾ പറഞ്ഞ നാടകം ആരംഭിക്കുന്നതിന് ഇനി കുറച്ച് സമയം കൂടിയേ ബാക്കിയുള്ളൂ. മിസ്റ്റർ ഷാനവാസ്, ഒരു കാര്യം മറക്കരുത്. ഇക്കാര്യത്തിൽ ആരും എന്നെ സംശയിക്കാൻ പാടില്ല. ആദിത്യനാണ് ഇതിന്റെ എല്ലാം മാസ്റ്റർ പ്ലാൻ എങ്കിൽ പോലും അവൻ അപ്പോഴും തിരശ്ശീലയുടെ പിറകിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ഷാനവാസ് ആദിത്യന് ഉറപ്പു നൽകി. സാർ പറഞ്ഞ ഓരോ കാര്യവും എനിക്ക് മനസ്സിലായി. എന്നെ വിശ്വസിക്കാം. ഞാൻ സാറിനെ നിരാശപ്പെടുത്തില്ല. ശരി. ആദിത്യൻ ഒന്ന് മൂളി. ശേഷം അവൻ കോള് കട്ട് ചെയ്ത് കാറിൽ നിന്നിറങ്ങി. ആവണി അപ്പോഴും അകത്തേക്ക് കയറാൻ മടിച്ചു അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആവണിയെ നോക്കി. ഗായത്രി ദേവിയെക്കുറിച്ചുള്ള പേടി അവളുടെ മുഖത്ത് അപ്പോഴും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദിത്യൻ ഒരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, എന്താടോ, മുത്തശ്ശി പറഞ്ഞതിനെക്കുറിച്ച് നീ അധികം ആലോചിക്കണ്ട. സത്യം അധികകാലമൊന്നും മറച്ചുവെക്കാൻ കഴിയില്ല. ആവണി, നീ നോക്കിക്കോ. നീ ഇല്ലാതെ മുത്തശ്ശിക്ക് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ കഴിയില്ല. നീ ഈ പ്രോജക്റ്റിന്റെ ഭാഗമല്ലെങ്കിൽ അമ്പാട്ട് ഗ്രൂപ്പിന് ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല. അത് നിന്റെ ഡിസൈനാണ്. നീ വരച്ചു വെച്ചത് തട്ടിയെടുക്കാൻ മാത്രമേ അവർക്ക് കഴിയൂ. നിന്റെ കഴിവും ഐഡിയകളും അവർക്ക് കിട്ടില്ല. ആവണി അവന്റെ വാക്കുകൾ ഗൗരവമായി എടുത്തില്ല. ആദിത്യൻ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പറയുന്നതെന്ന് അവൾക്ക് തോന്നി. പക്ഷേ അവൾ എന്തെങ്കിലും പ്രതികരിക്കുന്നതിന് മുമ്പ് നീൽ അങ്ങോട്ടേക്ക് വരുന്നത് അവൾ കണ്ടു. നീൽ എത്തിയ ഉടനെ അവൻ അവളെ അടിമുടി നോക്കാൻ തുടങ്ങി. നീൽ പരിഹാസത്തോടെ പറഞ്ഞു, കൊള്ളാം, ഇന്നലത്തെ ആ സംഭവങ്ങൾക്ക് ശേഷവും നീ ഇന്ന് ഓഫീസിൽ തിരിച്ചെത്തിയോ? അതും ഇവനോടൊപ്പം? ഇന്നലത്തെ നിന്റെ പെർഫോമൻസ് കണ്ടപ്പോ എന്നെ അങ്ങ് പിടിച്ച് ജയിലിടുമെന്നാ ഞാൻ കരുതിയത്. അവസാനം ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നല്ലേ? ആവണി ഒന്നും മിണ്ടാതെ അവനെ സൂക്ഷിച്ചു നോക്കി. നീ എന്താടീ നോക്കുന്നത്? സ്വന്തം ബോസിന്റെ മുന്നിൽ ഇത്ര അഹങ്കാരത്തോടെ നിൽക്കാൻ പാടില്ലെന്നറിയില്ലേ? എന്നാൽ ആദിത്യനാണ് അതിനുള്ള മറുപടി പറഞ്ഞത്. ബോസോ? നീയോ? നീ നിന്റെ മുഖം ഒന്ന് കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? പ്രൊജക്ടിന്റെ കരാർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്ന കാര്യം നീ മറക്കരുത്. അതുകൊണ്ട് വല്ലാതെ അങ്ങ് ഉയരത്തിൽ പറക്കരുത്. മൂക്കും കുത്തിയാവും താഴെ വീഴുക. നീൽ മുഖത്തെ കണ്ണട മാറ്റി ആദിത്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് പരിഹാസ സ്വരത്തിൽ പറഞ്ഞു, ഓ, സ്വന്തം ഭാര്യയ്ക്ക് സപ്പോർട്ടും കൊണ്ട് വന്നതാണല്ലേ? കൊള്ളാം. നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടി തോന്നുന്നുണ്ട്. അയ്യോ, നീ എന്നെ അങ്ങ് കൊല്ലുവോ? നീൽ പൊട്ടിച്ചിരിയോടെ തുടർന്നു. എന്നാ നീ ഒരു കാര്യം കേട്ടോ, ഞാൻ ഈ കരാർ ഒപ്പിടും. ആർക്കും അത് തടയാൻ കഴിയില്ല. മീറ്റിയോർ ഗ്രൂപ്പിന്റെ ചെയർമാൻ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാ ഒഫീഷ്യൽ ഫോർമാലിറ്റികളും പൂർത്തിയാക്കും. പിന്നെ ഞാൻ തന്നെ എല്ലാത്തിന്റെയും ഹെഡ്. അവനൊന്ന് നിർത്തി ഒരു കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ആവണിയുടെ നേരെ നോട്ടം തിരിച്ചു. ആവണി, എന്തായാലും ഡിസൈനിന് നന്ദി. നിനക്ക് നല്ല കഴിവുണ്ടെന്ന് ഞാൻ സമ്മതിച്ചു തരാം. ഇത് കേട്ടപ്പോൾ ആദിത്യന്റെ ക്ഷമ നശിച്ചു. നീലിന്റെ കോളറിൽ പിടിച്ചു. നീൽ എത്ര അപകടകാരിയാണെന്ന് നന്നായി അറിയാമായിരുന്ന ആവണി വേഗം തന്നെ മുന്നോട്ട് ചെന്ന് ആദിത്യനെ പിന്നിലേക്ക് വലിച്ചു. നീൽ പിന്നോട്ട് മാറി തന്റെ വസ്ത്രങ്ങൾ നേരെയാക്കി. എന്നിട്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെ ഓഫീസിലേക്ക് നടന്നു. നീൽ അകത്തേക്ക് പോകുന്നതുവരെ ആദിത്യൻ അവനെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ പിന്നാലെ ആവണിയും അവനോടൊപ്പം അകത്തേക്ക് കയറി. ആദിത്യൻ പിന്നെ സ്വയം നിയന്ത്രിച്ചു. എന്തായാലും കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ച പോലെ നടക്കുമെന്നവൻ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞതാണ്.